സൈന്യത്താലല്ല, ശക്തിയാലും അല്ല. യെസ്, ദൈവത്തിൻ്റെ ആത്മാവിന്. സൈന്യത്തിനും ശക്തിക്കും ആളുകൾക്കും ബന്ധങ്ങൾക്കും ഒന്നും കഴിയാത്തത് ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്യുവാൻ പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഉണ്ട്. ചേർന്ന് ദൈവത്തിനൊന്നും മഹത്വം കരേറ്റോ പ്രിയപ്പെട്ടവര്. ഏറ്റവും മനോഹരമായിട്ടാണ് കർത്തദാസൻ ആ തീം പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് കൂടുതൽ ഒരു മുഖവരയുടെ ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, പ്രവാസാനന്തര കാലഘട്ടത്തിലെ രണ്ടാമത്തെ പ്രവാചകനാണ് സെഖരിയാവ്, അല്ലെ? ഹഗ്ഗായിയുടെ സമകാലികനായിരിക്കുന്ന ദൈവമനുഷ്യൻ. BC 520 തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. സെഖരിയാവ് 1 മുതൽ 6 വരെയുള്ള അധ്യായത്തിനകത്ത് 8 ദർശനങ്ങൾ കാണുന്നുണ്ട്. ആ 8 ദർശനങ്ങളുടെ അകത്ത് പ്രധാനപ്പെട്ട 6 അളവുകളുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ കാര്യഗൗരവമായിട്ട് നമുക്ക് ചിന്തിക്കണം. 6 അളവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവ് 1-ാം അധ്യായത്തിൽ പറയുകയാ, അത് തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെ ദൈവം അളക്കും. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് എനിക്കൊരു സന്ദേശമുണ്ട്. കുടിച്ച വെള്ളത്തിൻ്റെ കണക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഒഴുക്കിയ കണ്ണുനീരിൻ്റെ കണക്ക് അവൻ്റെ തുരുത്തിക്കകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് 70 വർഷമായിട്ട് തൻ്റെ ജനം കഷ്ടത അനുഭവിക്കുക. ഈ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, ഇതിനൊരു പരിസമാപ്തിയുണ്ട്. ഇന്നും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് ദൈവം ഒരു പരിസമാപ്തി കുറിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, ആ കഷ്ടതയുടെ ആ ഒരു തുടക്കം ദാവീദിന് ശേഷം 14-ാമത്തെ തലമുറയിലാണ് യെഹോയാക്കീം എന്ന് പറയുന്ന രാജാവ്, അല്ലെ? ആ രാജാവിൻ്റെ കാലഘട്ടം ാണ് ബാബേൽ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ രണ്ടാമൻ BC 605 വന്ന് യെരൂശലേമിനെ ആക്രമിക്കുന്നത്. ആ ചരിത്രം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും, യിരെമ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും, യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുമായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം വീണ്ടും ഒരു തിരമാല ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി അഞ്ഞടിക്കുന്നത് പോലെ യെഹോയാക്കീമിന്റെ മകനായ യെഹോയാക്കീന്റെ കാലഘട്ടത്തിൽ BC 597 വീണ്ടും യെരൂശലേമിനെ ആക്രമിക്കുക. 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 10-ാം വാക്യവും അത് നമ്മെ ഓർപ്പിക്കുക. തുടർന്ന് വീണ്ടും സിദക്കിയാവിന്റെ കാലഘട്ടത്തിൽ BC 586 യെരൂശലേമിനെ ആക്രമിച്ച് ആലയത്തെ നശിപ്പിച്ച് വിശേഷ വസ്തുക്കളെ കൊണ്ടുപോയി അതിനകത്തുള്ള ഏറ്റവും പ്രാപ്തരായ ആളുകൾ. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാലഘട്ടത്തിന്റെ ഒരു വെല്ലുവിളി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജാവ് തന്റെ സൈന്യന്മാരിൽ പ്രധാനിയായ അശ്പനാശിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിൽപ്പെട്ടവരും കുലീനന്മാരും അംഗഭംഗമില്ലാത്തവരും സകല ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളുമായ ചില ബാലന്മാരെ. ഹലോ 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 ശ്രദ്ധിച്ചോ? 10-ാം ക്ലാസ് തോറ്റവരും പണിയൊന്നുമില്ലാത്തവരും കണ്ടാ കൊള്ളാത്തവരും ഒന്നിനും കൊള്ളാത്തവരുമായ ബോധമുള്ളതിനെ, ഭാഷയുള്ളതിനെ അവനെ കൊണ്ടുപോയിട്ട് എന്തോ എടുക്കണം? യഹൂദന്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ഭാഷ. അവൻ്റെ ഭാഷ മാറ്റണം. യഥാർത്ഥത്തിൽ പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്താ? സ്തോത്രം, ചേർന്ന് പറ. അന്യഭാഷയല്ലേ? ഞാൻ എൻ്റെ 11-ാമത്തെ വയസ്സിൽ അന്യഭാഷ പറയാൻ ആരംഭിച്ചതാ. റാന്നി MSS സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്നേക്ക് 33 വർഷം മുമ്പ് ദൈവം എൻ്റെ മേൽ പകർന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അന്യഭാഷ എന്താ പ്രിയപ്പെട്ടവരെ? അതൊരു ഹെവൻലി ലാംഗ്വേജാ, അല്ലേ? ഇംഗ്ലീഷ് കാനഡയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതവരുടെ മദർ ടങ്ങാ. മലയാളം കേരളത്തിൽ വന്നവർക്ക് അവരുടെ മാതൃഭാഷയാ. അന്യഭാഷ അത് മദർ ടങ് അല്ല, ഞാൻ പറയും അത് ഫാദേഴ്സ് ടങ്ങാ. നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ ഭാഷയാ അന്യഭാഷ. ഇന്ന് രാത്രി ആത്മനിറവിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന
പ്രതിസന്ധിയിലൂടെ ജനം കടന്നുപോയ ഒരു 70 വർഷം, ആ 70 വർഷത്തിനകത്ത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ പോലുള്ള ദൈവത്തിന്റെ പ്രവാചകന്മാർ. ഞാൻ ദാനിയേലിനോടൊക്കെ ചോദിച്ചു, യിരെമ്യാവും യെഹെസ്കേലും ദാനിയേലുമാണ് പ്രവാസ കാലഘട്ടത്തിൽ അവരോട് പ്രവചിച്ചത്. അതിനകത്ത് ഏറ്റവും ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദാനിയേൽ പ്രാർത്ഥിച്ചത് എങ്ങനാ? യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടാ പ്രാർത്ഥിച്ചത്. എന്താ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ കാരണം? ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിത് അത് പ്രതിഷ്ഠിക്കുന്ന ദിവസത്തിൽ ശലോമോനും ദൈവവുമായിട്ട് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്താ കണ്ടീഷൻ? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നിങ്ങൾ ഇന്ന് മനസ്സിരുത്തി വായിക്കണം. അടുത്ത ദിവസത്തെ യോഗത്തിന് വരുന്നതിന് മുമ്പ് 8-ാം അധ്യായം വായിച്ചേച്ചേ വരാവുള്ളൂ. 8-ാം അധ്യായത്തിൽ ശലോമോനും ദൈവവും തമ്മിൽ ചെയ്യുന്ന ചില ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടിക്കകത്ത് 1-ാമത്തെ ഭാഗം 8:33 പറയുകയാ, ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തിട്ട് ശത്രുവിനോട് തോക്കുകയാണെങ്കിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചാൽ അങ്ങ് ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം. വീണ്ടും ആ കണ്ടീഷൻ ഇച്ചിരൂടെ അദ്ദേഹം പുതുക്കുക. 8:37 വരുമ്പോ അദ്ദേഹം പറയുക, ദേശത്ത് ക്ഷാമം ഉണ്ടാകുകയാണെങ്കിൽ അവരിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് ശ്രദ്ധിക്കുവോ? ദൈവം പറഞ്ഞു, ശ്രദ്ധിക്കും. 1 രാജാക്കന്മാർ 8:38 വ്യക്തിപരമായ മനപീഡകളുടെ നടുവിൽ അങ്ങ് ശ്രദ്ധിക്കുമോ? ദൈവം പറഞ്ഞു, എവിടെ നിന്ന് വ്യക്തിപരമായ മനപീഡകൾ എന്റെ മുമ്പിൽ ഉയർത്തിയാലും. ഇന്ന് രാത്രി മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മറ്റാരും നിന്നെ കണ്ടില്ലേലും, അപ്പുറത്ത് ഇപ്പുറത്തും മുന്നിലും ഇരിക്കുന്നവർ നിന്നെ കണ്ടില്ലെങ്കിലും, നിന്റെ വ്യക്തിപരമായ വേദനകൾ, നിന്റെ പേഴ്സണൽ വറീസ് എന്റെ ദൈവം ശ്രദ്ധിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. 8:44 ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചാൽ. പക്ഷെ അതിലെല്ലാം അപ്പുറത്ത് 1 രാജാ 8:46 ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 8:46 തോറ്റ് പരാജയപ്പെട്ട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ തോറ്റ് തൊപ്പിയിട്ട്, സ്തോത്രം, ഏതെങ്കിലും നാട്ടിൽ അടിമകളായി പോയി കിടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് യെരൂശലേമിനെ നോക്കി വാതിൽ തുറന്ന് പ്രാർത്ഥിച്ചാൽ തോറ്റവർ, പരാജയപ്പെട്ടവർ, ഒതുക്കപ്പെട്ടവർ, ഇന്ന് രാത്രി നിന്റെ ജയത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു കിളിവാതില നിന്റെ പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശകന രഗന രഗരഹതന ഒന്ന് ഒരൽപ്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കുക പ്രിയപ്പെട്ടവരെ. രേഖയൊക്കെ എഴുതിയപ്പോഴും ദാനിയേൽ 6:10 നമുക്കറിയാം, രേഖയൊക്കെ എഴുതിയപ്പോഴും കിളിവാതിൽ പുള്ളി അടച്ചില്ല. ഇന്ന് 120 പേർക്ക് അധിപതിയാ അദ്ദേഹം. ആ 120 പേർക്ക് അധിപതിയായിട്ട് 3 പേരെ വെച്ചിട്ടുണ്ട്. ആ 3 പേർക്ക് മേളിൽ രാജാവിന്റെ ഓഫീസിന്റെ തൊട്ടു താഴെ ദാനിയേലിനെ കൊണ്ടുവരുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് ഇപ്പൊ പത്രങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഓഫീസർ ആ തസ്തിക വരുന്നത് ദാനിയേലാണെന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു ലെറ്റർ കിട്ടിയത്. ഓർത്ത് പ്രൊമോഷൻ ലെറ്റർ അല്ല, പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് ടെർമിനേഷൻ ലെറ്ററാ. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? ആ മാളിക മുറിയുടെ കിളിവാതിൽ പല 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 മുറിക്കകത്തും വന്ന് താമസിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും 4.5 അടി പൊക്കമുള്ള അമ്മച്ചിമാരൊക്കെ നമ്മുടെ നാട്ടിൽ ആ ചെറ്റക്കുടിനകത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ അനുഗ്രഹം അല്ലേ ഇങ്ങനെയുള്ള നാടുകളിലേക്കൊക്കെ ദൈവം കൊണ്ടുവന്നത്? ഇവിടെ വന്ന ദൈവദാസന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പാസ്റ്റർ ഇന്ന് താമസിച്ചിടത്തൊന്നും അല്ല ആദ്യം തുടങ്ങിയത് ഒരൊറ്റ മുറി അപ്പാർട്ട്മെന്റിനകത്ത്, ഒരു ബേസ്മെന്റിനകത്തൊക്കെയാ. അവിടെ മാളിക മുറിയുടെ കിളിവാതിൽ ദൈവവും ഭാഗം തുറന്നിട്ടത് കൊണ്ടാ ഇന്നായിരിക്കുന്ന 2 നില മണിമാളികളിൽ ദൈവം നമ്മെ കൊണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, അമേരിക്കയിലും കാനഡയിലും ഞാൻ ഒത്തിരി പ്രിയപ്പെട്ടവരെ കണ്ടു. പ്രാർത്ഥനാ മുറി ദൈവവും ഭാഗം തുറന്നിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ. ഒരു കാര്യം ഞാൻ പറയാം, ഏത് രേഖയുണ്ടെങ്കിലും ഏത് വെല്ലുവിളി ഉണ്ടെങ്കിലും പ്രാർത്ഥനാമുറിയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. മനസ്സിലാകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക.
അപ്പുറത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേക്ക്, പ്രാർത്ഥനാമുറിയുടെ നിയന്ത്രണം മാത്രം കയ്യിൽ നിന്ന് പോകരുതെന്നൊന്ന് പറഞ്ഞേക്ക്. പ്രാർത്ഥനാമുറിയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെങ്കിൽ ശബരാധക എന്തോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് ദൈവാത്മാവനോട് ശക്തമായി പറയാൻ പറയുക. അപ്പോസ്തല പ്രവൃത്തി 4:24 യഹൂദന്മാരും ജാതികളും പൊന്തിയോസ് പീലാത്തോസും യഹൂദന്മാരും എല്ലാം കൂടെ ദൈവജനത്തിനെതിരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് വിളിച്ചെന്ന മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, they lifted their voice together. അവർ ഒരുപോലെ അവരുടെ സ്വരം ദൈവമുമ്പാകെ ഉയർത്തി. ഇന്ന് രാത്രികാലം നിയമം നിനക്കെതിരാകുമ്പം, മുന്നോട്ട് പോകാൻ വൈഷമ്യങ്ങൾ ഉണ്ടാകുമ്പം, നിന്റെ വിടുതലുകൾക്ക് നേരെ ഇരുട്ടിന്റെ അധികാരങ്ങൾ ചില നിയന്ത്രണങ്ങളുടെ നിയമങ്ങൾ എഴുതുമ്പം എവിടെ കടന്നാലും നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. യോന പറയുന്നത് ഇതേ വാക്യം തന്നെയാണ്. ഈ യോന 2:4 നിങ്ങൾ വായിച്ചാൽ, 4 മുതൽ വായിച്ചാൽ അറിയാം. സമുദ്രത്തിൻ്റെ ആഴത്തിലിറങ്ങി ഭൂമി അതിൻ്റെ ഓടാമ്പൽ കൊണ്ട് തന്നെ അടച്ചു. ഓടാമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, പുറത്തുനിന്ന് പൂട്ടുന്ന ലോക്ക ഓടാമ്പല്. ഭൂമി അതിൻ്റെ ഓടാമ്പൽ കൊണ്ട് തന്നെ അടച്ചു എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഞാൻ പുറത്തിറങ്ങാത്തതുപോലെ ഭൂമി എന്നെ അടച്ചു വെച്ചു. അവിടെ നിന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പോ എൻ്റെ വാതിലിൻ്റെ ലോക്ക് ദൈവം പൊട്ടിച്ചു. ഇന്ന് രാത്രികാലം ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ചില അടച്ചുപൂട്ടലുകൾ നടത്തുമ്പോൾ ഈ ദൈവം നിയന്ത്രണം ഏറ്റെടുത്ത എന്തോ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തി 12 ദൈവം നിയന്ത്രണം ഏറ്റെടുത്ത 3 കാര്യം സംഭവിക്കുക വെച്ചാ. ഒന്നാമത് സംഭവിച്ച കാര്യം, യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക കൊല്ലാൻ. ദൈവം നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ഒന്നാമത് സംഭവിച്ചത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മരണമില്ലാതായി. ഇന്ന് രാത്രി ദൈവം ചില കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ചില മരണങ്ങൾ സ്റ്റോപ്പ് ആകുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ദൈവം നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി അവരുടെ കണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ദൈവം നിയന്ത്രണം ഏറ്റെടുത്തപ്പം ഹെരോദാവ് കഴിഞ്ഞുപോയി, സഭ അധികാരത്തോടെ പ്രബലപ്പെടുകയാ. ഇന്ന് രാത്രി വിശ്വസിച്ചോണം, ദേശശക്തിക്കൊക്കെ അല്പായുസേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന ആരംഭിച്ചാൽ ആത്മാവി പ്രാർത്ഥീര്, അന്യഭാഷ പ്രാർത്ഥീര്. ജീസസ്. ഈ കോൺഫറൻസിനകത്ത് ചിലതിൻ്റെ കൺട്രോൾ ദൈവം ഏറ്റെടുക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരോടും ദൈവമക്കളോടും ഞാൻ ഉറപ്പിച്ചു പറയുകയാ, ദൈവം ചിലതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ പോകുകയാ. യെസ്, 70 വർഷത്തെ തകർച്ചയുടെയും പരാജയത്തിൻ്റെയും കാലത്തിൻ്റെ ശേഷം ദൈവം നിയന്ത്രണം ഏറ്റെടുക്കുക. ദൈവം നിയന്ത്രണം ഏറ്റെടുത്താലുള്ള ഒരു പ്രത്യേകത, നമ്മൾ പ്രതീക്ഷിക്കാത്തവർ അഭിഷക്തരായി എഴുന്നേക്കും. സ്വോത്ര അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. ഈ ദൈവം നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്തുടർച്ചയായി പോകും. ദൈവം നിയന്ത്രണം ഏറ്റെടുത്താൽ പ്രതീക്ഷിക്കാത്തവർ അഭിഷിക്തരായിട്ട് മാറും. ആ ഒരു ചരിത്രം ഭയങ്കര രസകരം. എനിക്ക് ഈ ജീനിയോളജി പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശലോമോന്റെ മകനായിട്ട് രഹബിയാബ്, രഹബിയാമിന്റെ മകനായിട്ട് അബിയാബ്, അബിയാബിന്റെ മകനായിട്ട് ആസയുടെ മകനായിട്ട് യഹോശാഫാത്തിന്റെ മകനായിട്ട് ഹോരാം, അതിനുശേഷം അഹസിയാവ്, യോവാശ, അമസിയാവ്, അസരിയാവ്, യോദാം, ആഗാസ്, ഇസ്കിയാവ്, മനശ, ആമോൻ, യോഷിയാവ്, യഹോയാക്കീം. ഈ യഹോയാക്കീം രാജാവിന്റെ കാലഘട്ടത്തിൽ ആ സത്യത്തിൽ പരാജയം ആരംഭിച്ചത് അല്ലേ? ദൈവം ചുമ്മാതൊന്നും അല്ല പരാജയം ആരംഭിച്ചത്. യഹോയാക്കീമിനെ നോക്കിക്കൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? യിരെമ്യാവ് 22:24 എൻ്റെ ദാസനായ കെനയ്യാവ്, അല്ലെ, കെനയ്യാവ് എന്നുള്ളത് അവൻ്റെ മറ്റൊരു പേരാ. അവൻ എൻ്റെ വലങ്കൈക്ക് മുദ്രാമോതിരമാണേലും ഞാൻ അവനെ എടുത്ത് ഊരി എറിഞ്ഞു കളയും എന്ന് പറഞ്ഞാൽ ദൈവം പറയാ, യഹോയാക്കീമേ, നീ എന്നാ വലിയ പുള്ളിയാണേലും ഞാൻ നിന്നെ എടുത്ത് എന്ത് ചെയ്യും? പറ,
ഊരി എറിഞ്ഞു കളയും. ഒരു കാര്യം ഓർത്തോണം, എത്ര വലിയ അധികാരം ഉണ്ടെങ്കിലും ദൈവം ഒരുത്തനെ ഊരി എറിഞ്ഞു കളഞ്ഞാ പിന്നെ ഇവിടെ കൃപയുടെ ആധിക്യം. വല്യപ്പനെ ഊരി എറിഞ്ഞു കളഞ്ഞ അതേ ദൈവം തന്നെ യഹോയാക്കീമിന്റെ മകനായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനെ നോക്കിക്കൊണ്ട് ഹഗ്ഗായി 2:23 പറയുകയാ, എൻ്റെ ദാസനായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത്, ഉറക്കെ പറ, ഈ രാത്രി ദൂതറ്റെടുക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? പല മിടുക്കന്മാരെ ഊരിക്കളഞ്ഞ അതേ ദൈവം ഇന്ന് രാത്രികാലം നിന്നെ തന്റെ കയ്യിലെടുക്കാൻ പോവുകയാ. എൻ്റെ കയ്യിൽ ഒരു മോതിരം കിടന്നാൽ അത് വെറും മോതിരവാ. രാജാവിൻ്റെ കയ്യിൽ മോതിരം കിടന്നാൽ അത് മുദ്രാമോതിരവാ. ദൈവം പറയുകയാ, ഞാൻ നിന്നെ എൻ്റെ അധികാരമാക്കി മാറ്റാൻ പോകുകയാ. പല മിടുക്കന്മാരെ ഊരിക്കളഞ്ഞ ദൈവം കാനഡയിൽ പ്രാർത്ഥിക്കുന്ന ചില അഭിഷക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ചില ദൈവിക സഭകളെ ശ്വസിച്ചോ. ഞാൻ അടുത്ത ഒരു 10-15 മിനിറ്റിനകത്ത് ഈ മെസ്സേജ് തീർക്കും. എത്ര നേരം എന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ഈ യോഗത്തിനകത്ത് പലരെ ഊരിക്കളഞ്ഞ ഗ്യാപ്പ് ദൈവം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമായത്. ആരും അറിയാത്ത ചിലർ, റിജക്റ്റഡ് ആയ ചിലർ ദൈവത്തിന്റെ കയ്യില് ഉപയോഗിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ദൈവത്തിനെ കയ്യിലെടുത്തപ്പം ചുറ്റുപാടുകൾ അവൻ അനുകൂലമാകുക. നിന്നെ ദൈവം കയ്യിലെടുക്കുമ്പം അപ്സൈഡ് ഡൗൺ ചിലത് തിരിയും. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ദിവസങ്ങളിലെ കോൺഫറൻസിൽ അടുത്ത മീറ്റിംഗ് വരുന്നതിന് മുമ്പ് എസ്രയുടെ പുസ്തകം ഒന്ന് വായിച്ചേക്കണം. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ജാതിക രാജാവായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തുക. BC 538 കോരശ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? പോയി ആലയം പണിതോണം. അങ്ങനെ ബാബിലോണിൽ പതുങ്ങിക്കിടന്ന ഒരു പറ്റം ആളുകൾ എഴുന്നേൽക്കുക. അത് എസ്രയുടെ പുസ്തകം ഞാൻ പറയുന്ന വാക്യങ്ങൾ കുറിച്ചെടുത്തേക്കണേ, അല്ലേ ലൈവിൽ പിന്നെ നോക്കിയേക്കണം. കുറിക്കുന്നവളെ ഇവിടെ ഇട്ടേച്ച് പോകല്ലേ. കാര്യം ബന്ധുക്കോസാർക്ക് ഒരു കുഴപ്പമുണ്ട്, വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് അത് കൈമാറുന്ന ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിനകത്ത് കോരശിൻ്റെ ഒരു കൽപ്പന BC 538 ആ 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 8-11 വാക്യത്തിനകത്ത് ആ കൽപ്പനയോട് പ്രതികരിക്കാൻ 537 ഒരു ഗ്രൂപ്പ് ശേഷ്ബസറിൻ്റെ നേതൃത്വത്തിൽ എഴുന്നേൽക്കുക. 2-1 പഠിക്കുമ്പം 1 മുതൽ 70 വരെ പഠിക്കുമ്പം മറ്റൊരു ഗ്രൂപ്പ് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ എഴുന്നേൽക്കുക. അപ്പം ശ്രദ്ധിച്ചോണം, 538 കോരശിൻ്റെ കൽപ്പന, 537 2 ഗ്രൂപ്പ് ശേഷ്ബസറിൻ്റെയും സെരുബ്ബാബേലിൻ്റെയും നേതൃത്വത്തിൽ എഴുന്നേൽക്കുന്നു. എന്നിട്ട് എസ്രാ 3-1 ഒന്ന് വായിച്ചു നോക്കിക്കണം. 1, 2, 3 വാക്യങ്ങൾ എന്താ അവിടെ വായിക്കുന്നത്? 536 അവർ വന്നേച്ച് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിയുക, അല്ലേ? അങ്ങനെ വായിക്കുന്നത് യാഗപീഠം പുതുക്കി പണിതു. 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ യാഗപീഠം പുതുക്കി പണിതു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, 4-ാം വാക്യത്തിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, അത് അവർ പുതുക്കി പണിത് യാഗം അർപ്പിക്കുക. 2-ാം വാക്യത്തിനകത്ത് ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന് യാഗപീഠം പണിതു. ഇത്രയും കാര്യം പെട്ടെന്ന് നടന്നു കേട്ടോ. 538 കൽപ്പന, 537 2 ഗ്രൂപ്പ് വന്നു. 70 വർഷം മുമ്പ് ഇടിഞ്ഞുപോയ യാഗപീഠം അവരെന്ത് ചെയ്തു? 536 പുതുക്കി പണിതു. ഇത്രയെല്ലാം പെട്ടെന്ന് നടന്നു. പക്ഷെ വേറൊരു സംഭവം അവിടെ നടന്നു. എന്താണെന്നറിയോ? 4-ാം അധ്യായത്തിലോട്ട് വരണം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ കാണുന്ന ഒരു കാര്യം, 4-4-5 വാക്യം ഒന്ന് ശ്രദ്ധിച്ച എസ്രയുടെ പുസ്തകം 4 ആകയാൽ യഹൂദാ നിവാസികൾ, ആകയാൽ ദേശനിവാസികൾ യഹൂദാ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിനെ അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ച വരെ അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. 24-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ.
24 വാക്യം, അങ്ങനെ യെരൂശലേം ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. കണ്ടോ കണ്ടോ കണ്ടോ, 538 കൽപ്പന, 37 2 ഗ്രൂപ്പ് വരുന്നു. അവർ വന്ന് വെച്ച് 36 യാഗപീഠം പണിതു. എന്നിട്ട് അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങുക? ആലയം പണിയാൻ തുടങ്ങുമ്പോൾ പണിക്കെതിരെ സ്റ്റേ മേടിച്ചു. ആരുടെ കാലത്ത്? കോരശിൻ്റെ കാലത്തും ദാര്യാവേശിൻ്റെ കാലത്തും. എത്ര വർഷം? 15 വർഷം. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് അടിത്തറ കെട്ടിയേച്ച് 1.5 വർഷം പണിയാതെ കിടന്ന ഒരു വീടാച്ചാ. 1.5 വർഷം പണിയാതെ കിടന്ന ഒരു വീട്, 26 പില്ലറ. ആ വീടിനകത്ത് ഒരാലോചനയുടെ പൂർത്തീകരണം എന്ന പോലെ അമ്മ ചെന്ന് നോക്കുമ്പോൾ ഒരാൾത്തൈ കിളുത്ത് നിൽക്കുന്ന ഒരു പ്രവാചകൻ പറഞ്ഞതാ, അത് പറിച്ചു കളഞ്ഞില്ല, ഒരിക്കലും പണിയത്തില്ല. അമ്മ അത് പറിച്ചു. പിറ്റേ ദിവസം കണ്ട് അമ്മയ്ക്ക് ബ്ലീഡിങ് ആരംഭിച്ചു. പല ആശുപത്രി ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പല ഒപ്പീനിയൻ. പക്ഷെ പണി ആരംഭിച്ചു കേട്ടോ. 1-ാം നില പണിതേച്ച് പവർഷൽ എൻ്റെ ഒപ്പമുള്ള ഒരു പാസ്റ്റർ ജെയിംസ് ഷാക്കോ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കോൺക്രീറ്റ് തറയിൽ 7 ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്നു. അന്നേരം ജെയിംഷാനോട് പറഞ്ഞു, അനീഷ് പാസ്റ്ററെ, ഇന്നൊരത്ഭുതം നടക്കുന്നു, കത്തി തൊടാത്ത ഒരു അത്ഭുതം. അന്ന് എൻ്റെ അമ്മയ്ക്ക് ദൈവ സൗഖ്യം തന്നു. 1.5 വർഷമായിട്ട് പണിയാതിരുന്ന വീടിനകത്ത് താമസിച്ച ആളായതുകൊണ്ട് എനിക്കറിയാം 15 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു പണി. ഇവിടെ ഈ സെരുവാവിൽ നിന്നും തൂക്കുകെട്ടയും കൊണ്ട് നടക്കുക. തൂക്കുകെട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, പണിയുന്ന സാധനമാണ് തൂക്കുകെട്ട. എന്നാൽ ഇപ്പോൾ ഈ സെരുവാവലിൻ്റെ തൂക്കുകെട്ട നാട്ടിലൊരു പഴഞ്ചൊല്ലായി മാറി. വലിയ കാര്യമായിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് 15 വർഷമായിട്ട് ഇങ്ങനെ കുറെ, അങ്ങനല്ലേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഏതെല്ലാം സർട്ടിഫിക്കറ്റ് കയ്യിരിപ്പുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ഫയലിനകത്ത് ഇരിക്കുന്നതല്ല. അത് ഇതിനകത്ത് എന്തെങ്കിലും ചലനം ഉണ്ടായിട്ടുണ്ടോ സിസ്റ്ററെ? ഇന്ന് രാത്രി ഞാൻ നിന്നോടൊരു ദൂത് പറയാം. കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ചലിക്കാതിരിക്കുന്ന ചില ഫയലുകളെ എൻ്റെ ദൈവം തീരുമാനിച്ചിരിക്കുക. ഈ കോൺഫറൻസിനകത്ത് ചലിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് സൈന്യത്താലല്ല, ഉറക്കെ പറ, ശക്തിയാലല്ല. എന്തിനാ ഞങ്ങളെ ദൈവം അയച്ചതെന്നറിയോ? എന്നെ ഫെയ്ത്തിനൊക്കെ ദൈവം ഇവിടെ അയച്ചത് ഒറ്റ കാര്യത്തിനാ. കുറെ കൊല്ലമായിട്ട് നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ആരൊക്കെയോ പറയുമ്പോ ഞങ്ങളെ ദൈവം അയച്ചത് ഒറ്റ കാര്യത്തിനാ. നിന്നെ കൊണ്ട് ദൈവത്തിന് ഈ നാട്ടിൽ ചിലത് ചെയ്യിക്കാനുണ്ട്. എങ്ങനെ പണിയാച്ചാ? എങ്ങനെ പണിയും? ആ ബന്ധങ്ങൾക്കൊന്നും പറ്റാത്തത് എനിക്ക് വേണ്ടി ആത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര്? ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ പോവുക. ഈ ആലയം ഇതിനു മുമ്പ് പണിതത് ശലോമോന്റെ കാലത്താ. ആലയ ശലോമോൻ പണിതപ്പോ ആ പണിയുടെ പ്രത്യേകത, സെരുബാബേലിന് 19 തലമുറയ്ക്ക് മുമ്പ് ശലോമോൻ ഇത് പണിതപ്പോ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് 1 ദിനവൃത്താന്തം 22:5 എഴുതിയിട്ടുണ്ട്. എന്താ? ദാവീദ് തന്റെ മരണത്തിന് മുമ്പ് ആലയം പണിക്ക് വേണ്ടി ധാരാളം വട്ടം കൂട്ടി. 1 ദിനവൃത്താന്തം 22:5 ധാരാളം വട്ടം കൂട്ടി. എന്തൊക്കെ ഈ ധാരാളം വട്ടം കൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? 1 ദിനവൃത്താന്തം 22:14 മുതൽ വായിക്കണം. അവിടെ എഴുതിയിരിക്കുക, 1,00,000 താലന്ത് സ്വർണം ആലയത്തിന്റെ പണിക്ക് വേണ്ടി. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 34 കിലോയാ. അന്നേരം 1,00,000 ഗുണം 34 എത്രയാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. സ്തോത്രം. പിന്നെ 10,00,000 താലന്ത് വെള്ളി. പിന്നെ താമരോ ഇരുമ്പും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്തത്രയും. പിന്നെ കല്ല് തടി. പിന്നെ ദാവീദിന് ഒരു സ്നേഹിതനുണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 5:8 സോർ രാജാവായ ഹീരാം. എന്തേലും കുറവുണ്ടെങ്കിൽ പുള്ളി സപ്പോർട്ട് ചെയ്യാമെന്ന് ദാവീദിനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം അപ്പുറത്ത് 1 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 5:13 മുതൽ 18 വരെ, 26:6 മുതൽ 9 വരെ പഠിക്കുമ്പോൾ ഈ ഇസ്രയേലിൽ നിന്ന് ഇഷ്ടം പോലെ ലേബേഴ്സ്, സപ്ലൈസ്, അതുമാത്രമല്ല കാതേലും കഴുത്തേലും കിടന്നത് മുഴുവൻ അവർ ഓരിക്കൊടുത്തു, ഓഫറിങ്. ഇതിലെല്ലാം ഉപരി 1 രാജാക്കന്മാർ 7:13 സോറന്നിടത്തുനിന്ന് ഹീരാം എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിനെ, മറ്റേ ഹീര അല്ല,
1 രാജാക്കന്മാർ 7:13-14 ഒന്ന് വായിച്ചു നോക്കിക്കേ. അവിടുന്ന് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടുവരും. എന്താ ഇവിടെ പ്രത്യേകത? 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൻ്റെ, അത് വായിക്കേണ്ട വാക്യാണ്, അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം എന്താ? ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുത്തനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവൻ്റെ അപ്പനോ സോര്യനായ ഒരു മൂശാരിയത്രേ. അവൻ താമരം കൊണ്ടും സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യമുള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അപ്പൊ ശലോമോൻ പണിതപ്പോ എന്തൊക്കെയുണ്ട് പറ? 1,00,000 താലന്ത് സ്വർണം, 10,00,000 താലന്ത് വെള്ളി, പെരുപ്പം നിമിത്തം തൂക്കം അളക്കാൻ പറ്റാത്ത ചെമ്പും തടിയും കല്ലും ഇരുമ്പും എല്ലാം, പിന്നെ ഹീരാം എന്ന് പറയുന്ന രാജാവിൻ്റെ കണക്ഷൻ, അതിനപ്പുറത്ത് നല്ല ഒരു ആർക്കിടെക്റ്റ്. ഇത്രയുണ്ടെങ്കിൽ ശലോമോനെന്നല്ല, എൻ്റെ ജോൺ തോമസ് പാസ്റ്ററെ, നമുക്കും പണി. ഞാൻ ചോദിച്ചു, സെരുവലെ നീ പണിയാൻ വന്നപ്പോൾ നിന്റെ കയ്യിൽ എന്നാ ഉണ്ടാ? 15 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രൊജക്റ്റ്, പിന്നെ ഒരു കാലത്തും നടക്കത്തില്ലെന്ന് പറയാൻ കുറെ പേര്, ഇനിയും പണിയാണെങ്കിൽ സ്റ്റേ മേടിക്കാൻ കുറെ ശത്രുക്കള്, കയ്യിലോ 5 പൈസയുടെ വകുപ്പുമില്ല. പക്ഷെ നിന്നോട് ദൈവം പറയാ, നിന്നെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കും. നിന്റെ കൈ കൊണ്ട് അടിസ്ഥാനമിട്ടത് ഉറപ്പുള്ളവർ ശബ്ദം ഉയർത്തി പറ, നിന്നെ കൊണ്ട് ഞാൻ പണിയിക്കും. എങ്ങനെ പണിയിക്കും? ഉളവാകട്ടെന്ന വാക്കിനകത്ത് മഹാപ്രപഞ്ചത്തെ ഉളവാക്കിയ മഹാദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഇന്ന് രാത്രി ആ ശക്തി ഇവിടെ ചലിക്കാൻ തുടങ്ങിയ, ആ ശക്തി ഇവിടെ ചിലരെ തൊടാൻ തുടങ്ങിയ, ഓ ആ ശക്തി ചിലരുടെ മേൽ രാത്രികാലം എസ്രാ 5:2 ദൈവദാസ അവർ പണിയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഉറക്കപ്പറ, ആത്മശക്തി ഒരുത്തന്റെ മേൽ വന്നാൽ എന്തോ തുടങ്ങും. ഉറക്കപ്പറ. ആരാ പറഞ്ഞ കാനഡയിൽ റിവൈവൽ നടക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ കാനഡയിൽ സഭ വളരത്തില്ലെന്ന്? ആരാ പറഞ്ഞത് കാനഡയിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്ന്? കൃപ പ്രാപിച്ച അഭിഷേക്തന്മാര് പറ, ഇവിടുത്തെ ചില രീതികളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാ. അഭിഷേകം മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം 24 മണിക്കൂറും ഒഴുകുന്ന ഒരു ഒഴുകുമരത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി. PCIC കോൺഫറൻസിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഉറക്കെ പറയുകയോ, ആരെല്ലാം തടയാൻ നോക്കിയാലും ദൈവം പറയുകയോ, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല, ജയിക്കയില്ല, ജയിക്കയില്ല. എസ്രാ 5:2 പണിയാൻ തുടങ്ങിയ ചരിത്രമാണെങ്കിൽ ഇന്ന് രാത്രി ഈ കോൺഫറൻസിൽ നിന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഒരു വാക്യം പറഞ്ഞു വിടാച്ചാ. എസ്രാ 6:15 സെരു 6:15 വായിച്ചു നോക്കിക്കേ. എസ്രാ 6:15 യെസ് ഹല്ലേലൂയ. ശാന്തന രഗന ഹതുരാരവ 6:15 ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിത് ശബ്ദം ഉയർത്തി പറ, പണിത്. ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നവർ ഉറക്കെ പറ, പണിത്. പൂർത്തീകരിക്കും. ദൈവം തന്ന നിയോഗം പൂർത്തീകരിക്കും. യെസ്, ഞാൻ എന്റെ ദൂത് തീർന്ന് ഇന്ന് രാത്രി പണിത് തീർന്നെന്ന് ആശയിലും ബദൂലിലും നിൽക്കണ്ട, മക്കദോനിക്ക് പോന്ന് പറഞ്ഞ് മക്കദോനിയക്കാരായ ഒരു പുരുഷൻ നിർബന്ധിച്ചത് കൊണ്ട് മക്കദോനിയിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫിലിപ്പിയിൽ നീ എത്തിയതല്ലേ? കാരാഗ്രഹത്തിൽ നീ വല്ലാതെ അകപ്പെട്ടു പോയല്ലേ? പക്ഷെ ഇന്ന് രാത്രിക്കാല കാരാഗ്രഹത്തെ പ്രാർത്ഥനാ സ്ഥലമാക്കിക്കോ. അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന
ശബര ഓ രഖര ധാരാര വര 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 വര. ഈ കോൺഫറൻസിനകത്ത് ചിലത് പണിത് തീരും. കാരാഗ്രഹത്തെ ഇളക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കും. അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കും. വാതിലുകൾ തുറക്കും.